അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തില്ലായിരുന്നു വെച്ചെങ്കിൽ 2031 വരെയും എൻ്റെ കയ്യിന്ന് ഈ 699 രൂപ വെച്ച് ഇവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. 699 രൂപയാണ് എൻ്റെ കയ്യിന്ന് ഓട്ടോ പേ സംവിധാനത്തിലേക്ക് പോകാൻ പോയത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചതിയുടെ കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കും നിങ്ങൾക്കും ഒക്കെ പറ്റിയിട്ടുണ്ടാകാം. എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പലർക്കും പറ്റിയിട്ടുണ്ടാകാം. ഇനി പലരും അതിൽ വീഴാനും സാധ്യതയുണ്ട്. ഒരു വലിയൊരു ചതി. നമ്മൾ ഫേസ്ബുക്ക് കാണുമ്പോൾ കുറേ വീഡിയോകൾ വരാറുണ്ട്. അതിലൊരു വീഡിയോ ഇങ്ങനെ ആയിരിക്കുള്ളൂ. ഒരു അത്ഭുത കഥ. അതായത് ഏതെങ്കിലും ഒരു വലിയൊരു കമ്പനിയുടെ CEO ആയിരിക്കും. പക്ഷേ വേഷം മാറി പാവപ്പെട്ടവനായിട്ട് ഭാര്യയുടെ അടിമയായിട്ടൊക്കെ ജീവിക്കണമായിരിക്കും. ഇയാൾ വലിയ പണക്കാരനാണെന്ന് മറച്ചു വെച്ചിട്ടായിരിക്കുള്ളൂ. ഇങ്ങനത്തെ കഥകൾ നിങ്ങൾ ചിലപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചൈനീസ് കഥകൾ, കൊറിയൻ കഥകൾ, ഇങ്ങനെ പല തരത്തിലാണ് ഇവരുടെ അക്കൗണ്ടുകൾ വരുന്നത്. കുക്കു TV, പിന്നെ പോക്കറ്റ് FM, എക്സ്ട്രാ TV, അങ്ങനെ പലതരത്തിൽ. മലയാളത്തിൽ മാത്രമല്ല, തമിഴിൽ, തെലുങ്കിൽ, ഹിന്ദിയിൽ, അങ്ങനെ പല ഭാഷയിലും ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ കഥ കുറച്ച് ഭാഗം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, വളരെയധികം നമുക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ ഇവർ ഈ കഥ പറഞ്ഞു പോയിട്ട് പെട്ടെന്നത് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് തുടർന്ന് കാണാനായിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അങ്ങനെ ഇവരുടെ TV അല്ലെങ്കിൽ FM ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർ 1 രൂപ നമ്മളോട് ചോദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 2 രൂപ. ഇത് നമ്മൾ നേരെ ഗൂഗിൾ പേയിലേക്ക് കൊണ്ടുപോകും. ഗൂഗിൾ പേയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ അടുത്ത് 5 രൂപ അയക്കാൻ പറയും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ 499, 250 ഒക്കെ ഒരു ഓട്ടോ പേ എന്നുള്ളൊരു സംവിധാനം ഉണ്ടാകും. ഇത് ഇവരുടെ മെമ്പർഷിപ്പിൻ്റെ ഒരു പണമാണ്, നമുക്ക് തുടർച്ചയായിട്ട് എല്ലാ മാസവും കാണാൻ വേണ്ടി. അവിടെയാണ് ഇവിടെ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ 2050 വരെയൊക്കെ നമ്മുടെ അടുത്ത് ഈ പൈസ പോയിക്കൊണ്ടിരിക്കും ഓട്ടോ പേ സംവിധാനത്തിൽ. അതായത് 2050 എന്ന് പറഞ്ഞാൽ ഇനി 25 കൊല്ലം കഴിഞ്ഞാലും ഞാനൊക്കെ ഇനി ജീവിച്ചിരിക്കുമെന്നറിയില്ലല്ലോ. അപ്പോൾ നമ്മളുടെ കാലം കഴിഞ്ഞാലും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്ന സംവിധാനം. ചിലതിൽ 2030, 31, 35, 40, 50, 2070 ഇങ്ങനെ പല രീതിയിലാണ് ഇവർ പൈസ നമ്മുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നത്. നമ്മളെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ 2 രൂപ കൊടുത്ത് ഓട്ടോ പേ സംവിധാനത്തിൽ 2 രൂപയും കൊടുത്തിട്ട് നമ്മളിത് കുറച്ച് കാണും. പിന്നെ ഇത് കട്ടായി പോവില്ല. ഇത് മാത്രമല്ല, നമ്മുടെ ഹോട്ട്സ്റ്റാർ ഈ വർഷം നോക്കിയപ്പോൾ അതിൻ്റെ പ്രീമിയം നമുക്ക് പരസ്യമില്ലാതെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ സംഭവം നോക്കിയപ്പോഴത്തേക്കുമാണ് മനസ്സിലാവുന്നത്, കഴിഞ്ഞ വർഷം ഞാനിത് ഒരു 199 എന്തോ രൂപ കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓട്ടോ പേ സംവിധാനമായിരുന്നു. ഞാനത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുക്കു FM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അതും ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോ കാണാനായിട്ട് ഇതിനെ ഫുള്ള് കാണാനായിട്ട് ഞാനിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് 499 രൂപയാണ് അവർ ഈടാക്കാൻ പോണത് 2 ദിവസം കഴിഞ്ഞാൽ. വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കുള്ള കഥ. അതായത് വൃത്തികെട്ട കഥകളൊന്നും ആയിരിക്കില്ല. കൊച്ചു കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കുറ്റാന്വേഷണ കഥയായിരിക്കും ചിലപ്പോൾ. അതല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും. ഈ കഥകളിലാണ് നമ്മൾ വീണു പോണത്. അങ്ങനെ നിങ്ങൾ അറിയാതെയെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓട്ടോ പേ സംവിധാനത്തിൽ 1 രൂപ 2 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് മാത്രമല്ല, നമ്മളെ കാർഡും അവർ ചോദിക്കും ചില സമയത്ത്. കാർഡിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഡീആക്ടിവേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ഓട്ടോ പേ സംവിധാനം ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയുള്ള ചതികളിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് പരമാവധി ആളുകൾക്കൊന്ന് എത്തിച്ചു കൊടുക്കണേ. ഞാൻ എങ്ങനെയാണ് ഈ ഓട്ടോ പേ സംവിധാനം ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നും അത് ക്യാൻസൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മളിതിൽ പെട്ടുപോകണമെന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഒരു സംഭവത്തിൽ 699 രൂപയാണ് എൻ്റെ നിന്ന് ഓട്ടോ പേ സംവിധാനത്തിലേക്ക് പോകാൻ പോയത്. 1 രൂപയാണ് ഇവരെന്നോട് ചോദിച്ചോളൂ ഒരു കഥ കേൾക്കാൻ വേണ്ടി. 7 ദിവസത്തേക്ക് നമുക്ക് ആ കഥ കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു അച്ഛനും മോളും കൂടി, മോളെ ഒരുപാട് ഉപദ്രവിക്കുന്ന, കുറേ കോളേജിൽ വെച്ച് ഉപദ്രവിക്കുന്ന ആളുകൾ. പക്ഷേ ഈ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡോണായിരുന്നു. ഇയാൾ ഒളിച്ച് താമസിക്കണമായിരുന്നു. ഈ കഥയാണ് സത്യത്തിൽ കാണാൻ വേണ്ടി ഞാൻ 1 രൂപ കൊടുത്തത്. 1 രൂപ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ 699 രൂപ ഇത് ഞാൻ അപ്രൂവൽ ചെയ്തിട്ടുണ്ട്. 6-ാം തീയതി 2031 ജനുവരി 6-ാം തീയതി വരെ ഇവർക്ക് ഞാൻ ഈ പൈസ കൊടുത്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അത് ഞാൻ ഇന്ന് ഓട്ടോ പേ ക്യാൻസൽ ചെയ്തില്ലായിരുന്നു വെച്ചെങ്കിൽ എൻ്റെ നിന്ന് 1 രൂപ മാത്രമല്ല പോണത് 2031 വരെ. ഇത് മാത്രമല്ല, നമ്മൾ ഏത് ഒരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഏതെങ്കിലും കമ്പനിക്ക് ആയിക്കോട്ടെ, നമ്മൾ 1 രൂപ 5 രൂപ 10 രൂപ 100 രൂപ അല്ലെങ്കിൽ 1000 രൂപയൊക്കെ കൊടുക്കണമെങ്കിൽ അതിൽ ഓട്ടോ പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്ന് നമ്മൾ നോക്കണം. ഓട്ടോ പേ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണമെന്നും കൂടി നിങ്ങളൊന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഓട്ടോ പേ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യണമെന്ന് അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോണത്. നമ്മൾ
ഓട്ടോ പേ സംവിധാനം ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണല്ലോ അതിൽ വരുന്നത്. അതിൽ സ്കാൻ ചെയ്യാനുള്ള സ്ഥലം, അതുപോലെ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, തൊട്ട് താഴെ ബിൽ ആൻഡ് റീചാർജ്, അതിൻ്റെ തൊട്ട് താഴെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാം. ഈ ബിസിനസ് എന്നുള്ള ഭാഗത്താണ് നമ്മൾ ഓട്ടോ പേ, അതുപോലെ നമ്മൾ റീചാർജ് ചെയ്തതിൻ്റെ അങ്ങനെ പല സംഭവങ്ങൾ അവിടെ കാണാൻ പറ്റും. അതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇവിടെ ഏതെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോയെന്ന് പരിശോധിക്കുക. ഞാനപ്പോൾ എൻ്റെ യെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിലാണ് ഞാൻ നോക്കിയത്. ഷെയർ ചാറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്കാണ് പോയിട്ടുള്ളത്. അപ് ടു 699, അപ്രൂവ്ഡ് 253. മനസ്സിലായില്ലേ? അത് ഇന്ന് 2:52 ഇത് കാണിക്കുന്നുണ്ട്. അപ്രൂവൽ ആയത് 2:53 അത് പേയ്മെൻറ്റ് ഷെയർ ചാറ്റിലേക്ക് കൊടുത്തിട്ടുള്ളത് 1 രൂപയാണ്. ആ 1 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവർക്ക് എല്ലാ മാസവും കിട്ടാനുള്ളത് ഈ പറഞ്ഞതുപോലെ 699 രൂപയാണ്. അതിലൊന്നും കൂടി നമ്മൾ ക്ലിക്ക് ചെയ്താൽ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണും. അവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മളോട് അവർ പിൻ ചോദിക്കും. പിൻ അടിച്ചു കൊടുക്കുമ്പോൾ ക്യാൻസലാവും. അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തില്ലായിരുന്നു വെച്ചെങ്കിൽ 2031 വരെയും എൻ്റെ കയ്യിൽ നിന്ന് ഈ 699 രൂപ വെച്ച് ഇവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ കാലം കഴിഞ്ഞാൽ ഈ പൈസ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ക്യാൻസൽ ചെയ്തത്. ഇപ്പം നിങ്ങളുടെ ഓട്ടോ പേ ക്യാൻസൽ ആയിട്ടുണ്ടാവും. അതേപോലെ നിങ്ങളുടെ പരിചയക്കാരുടെയൊക്കെ നോക്കുക, അവർക്കൊക്കെ ഓട്ടോ പേ സംവിധാനം ആരെങ്കിലും ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് വല്ല ഗെയിമോ എന്തിനെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാകുന്ന നോക്കുക, എല്ലാം ക്യാൻസൽ ചെയ്യുക. ഇങ്ങനൊരു ചതി ഒളിഞ്ഞിരിപ്പണമെന്ന് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുക. വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരും ഇനി ഇതുപോലെ ചതിയിൽ പെടാതിരിക്കാനായിട്ട് ഫേസ്ബുക്കിൽ ഇവരുടെ വീഡിയോകൾ വരുമ്പോൾ ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിരിക്കോട്ടെ, മലയാളം ആയിരിക്കോട്ടെ, അപ്പോൾ തന്നെ ഒന്ന് റിപ്പോർട്ടും കൂടി ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഓക്കെ, ഇത് നിങ്ങളോട് പറയേണ്ട ഒരു ബാധ്യതയായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ